ശകാരിച്ചിട്ടില്ല. അത്തരമൊരു ശകാരം എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. പരമാവധി വി എസിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ ഞാൻ താല്പര്യപ്പെട്ടിട്ടുള്ളൂ. അത് വി എസിന് ഇഷ്ടവുമായിരുന്നു. എനിക്ക് ഒരുപാട് ഓർമ്മകൾ തന്നെയാണ്. അപ്പോൾ ഞാൻ വൈകാരികമായിട്ട് കാണുന്നത് എൻ്റെ അച്ഛൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് ഞാൻ പറയാതെ വി എസിൻ്റെ സ്റ്റാഫിലുണ്ടായിരുന്ന ആളുകൾ അറിയിക്കുകയാണ്. പാലക്കാട് പരിപാടിയാണ് പിറ്റേ ദിവസം. അദ്ദേഹം പാലക്കാട് വരുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് കാറി കയറി എന്നോട് പറഞ്ഞത് നമുക്ക് താങ്കളുടെ അച്ഛനൊന്ന് കാണണം എന്ന് പറഞ്ഞു. ആശുപത്രി കിടക്കുന്നത് അറിഞ്ഞോ എന്ന് വെച്ചാൽ അറിഞ്ഞു. അപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധാലുവായിരുന്നു. പിന്നെ ഒരുപാട് ഓർമ്മകൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒരുപാട് ഓർമ്മകളുണ്ട്. വളരെ വാത്സല്യനിധിയായിട്ടുള്ളൊരു സഖാവായിട്ടാണ് ഞാൻ വി എസിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇല്ല എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ വി എസ് ഇല്ല എന്ന് വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വി എസ് ഒരു പോരാളിയായിരുന്നു. വി എസ് തിരിച്ചു വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. കാരണം വി എസ് ഒരുപാട് അതിജീവനം നടത്തിയ ഒരാളാണ്. ജീവിതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും എല്ലാത്തിലായാലും. വി എസിൻ്റെ ഒരു വിൽ പവറും അതുപോലെ തന്നെ വി എസിൻ്റെ ഒരു ആ കരുത്തും കൊണ്ട് വി എസ് തിരിച്ചു വരും, വി എസ് പോരാളിയാണ് എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. പെട്ടെന്ന് ഇന്നലെ ആ വിയോഗം ഒരുപക്ഷെ വല്ലാതെ തളർത്തി, എന്നെപ്പോലെ ആയിരങ്ങൾക്ക് വല്ലാതെ തളർച്ച ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, ഞാൻ വി എസ് ഒരു പോരാളി എന്ന് പറഞ്ഞാൽ വി എസിൻ്റെ നിഷ്ഠകളും ചിട്ടകളും അതുപോലെ എന്ത് പ്രശ്നങ്ങളും ഇപ്പോൾ നിങ്ങളൊക്കെ മാധ്യമങ്ങൾ പറയുന്ന പോലെ കമ്മിറ്റികളിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നു, വി എസിനെതിരെ പറയുന്നു, സമ്മേളനങ്ങളിൽ വി എസിനെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോഴും വി എസിനത് ഒരിക്കലും ഏറ്റതായിട്ട് എൻ്റെ അറിവിലില്ല. കാരണം അത് കഴിഞ്ഞ് കാറ് കയറുമ്പോൾ ഞാൻ അടുത്തിരിക്കുകയാണല്ലോ, സ്വാഭാവികമായിട്ടും ഞാൻ എന്തെങ്കിലും ചോദിക്കും. അത്തരം അത് ഒരു കൂസലും അദ്ദേഹത്തിന് ഉണ്ടാവാറില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉറക്കത്തെ ബാധിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ നിഷ്ഠയെ ബാധിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഒരു രീതിയെയും ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വിമർശനങ്ങളോ ഇത്തരം സംഗതികളോ അദ്ദേഹത്തെ ബാധിച്ചിട്ടേ ഇല്ല. അതെനിക്ക് എൻ്റെ നേരെ അറിവാണ്.